സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും KTM 2K ചാനൽ സാധനം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതാണ് ഗൈസ്. നിങ്ങൾക്ക് ഹാമി അറിയാം ഗൈസ്. നമ്മളിപ്പോൾ ഹാമിയെ നമ്മൾ റേജ് ബൈറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമുക്ക് ഡിഫറൻറ്റിലോട്ട് അവൻ അവിടെ കാണുന്നുണ്ട്. അവിടെ കണ്ടാൽ എനിക്ക് അവൻ്റെ മറ്റേ പ്ലെയർ ബാർ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ട് നമുക്ക് തിരക്ക് പോയിട്ട് വരും. ഇവിടെ വീടെടുത്തിട്ടുണ്ട്, അവൻ അവിടെ കണ്ടുണ്ടെന്ന് കേസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മൊത്തത്തിൽ നമ്മളിപ്പം വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൊത്തം 10 ടൈപ്പ് റേജ് ബൈറ്റ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ലെവൽ 1, ലെവൽ 2 അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ലെവൽ 10 വരെ. സോ ലെവൽ 1 ഭയങ്കര ചെറുതും ലെവൽ 10 ഭയങ്കര വലുതുമായിരിക്കും. അത് നമുക്ക് ട്രാപ്പ് അങ്ങനെ എന്തെങ്കിലും സെറ്റ് ആക്കാം. ഒക്കെ അതിലിപ്പോൾ അവൻ്റെ അടുത്തോട്ട് പോകാം. നമുക്ക് അവനിപ്പോൾ അവിടെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. വേണ്ട, ഇറങ്ങിപ്പോ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ നമുക്ക് അവനെ അടിക്കാം. അത് നമുക്ക് എന്തെങ്കിലും അടിച്ച് എൻ്റെ ഈ ഫയർ ആസ്പെക്റ്റ് ഉള്ള ഇത് സോഡായതുകൊണ്ട് അവനടിച്ച് അവന് കുറേ തീയൊക്കെ വന്നവന് കുറേ ഹെൽത്ത് പോകും. അങ്ങനെ നമുക്ക് ലെവൽ 1 എടുക്കാം. കാരണം അതൊക്കെ ചെറുതാണ്, കാരണം അവർ ഹെൽത്ത് ഹീൽ ചെയ്യല്ലോ. ഓക്കെ, ഹലോ ഹാമി, കേൾക്കാം. ഹലോ, എന്ത് അതാണ്? ഹലോ, എന്തോടെ എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. ഞാൻ അപ്പുറത്ത് അല്ല, നീ ഇവിടെ ഒന്നും വരാറില്ല. എന്തോടെ വില്ലേജർ നിന്നെ തെള്ളിക്കൊണ്ട് പോവാ. എന്തോടെ പുറകില്ല ആവാ അവിടെ വേറൊരുത്തൻ വന്ന് തന്നെ അടിച്ചായിരുന്നു ഇടയ്ക്കാതെ. നോക്കണ്ട, ഇച്ചിരി വല്ലാതെ കിടക്കുക. കൊന്നു. ബ്രോ 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 നീ അടി ഉണ്ടാക്കാൻ വന്നു? ചുമ്മാ വന്ന് എന്തിനാ അടിക്കുന്നു ഇവിടെ? പോ 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 അതിനെ കൊല്ലുന്നതിന് മുമ്പ് പോയി ഇടുന്നു. പിന്നെ വെറുതെ വന്ന് ആരെങ്കിലും അടിക്കൂ, കൊല്ലാനല്ലാതെ. വേണ്ട വേണ്ട, പോന്ന്. ഓ, ഈ ഫയർ ആസ്പെക്ട് ചുമ്മാ എന്തോ പോ 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 നടത്ത് നടത്ത് നടത്ത്. ഞാൻ അങ്ങോട്ട് പോവാണേ. ഓ, പോന്ന് ചുമ്മാ എന്താവാ. ഓ, പോയിട്ടുണ്ട്. എനിക്കിപ്പം അവൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല, എന്താ അറിയത്തില്ല. ഞാൻ പോയോ? ഇതുകൊണ്ട് എന്താ ഞാൻ പോവല്ലേ? ചുമ്മാ എന്തിനാ എന്നെ ഒന്ന് വെറുതെ അടിച്ചിട്ട് നീ ചുമ്മാ ചോദിച്ചു. എനിക്കൊന്നും പോയി അവൻ്റെ വോയിസ് എനിക്ക് കേൾക്കുന്നില്ല, എന്താ അറിയില്ല. നിർത്തിയില്ലേ? പിന്നെ ചുമ്മാ തന്നെ അടിച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് ഓർത്തു പോകും. വെള്ളത്തിൽ ഫയർ ശരിയാ, വാട്ടർ നിനക്ക് വർക്കാകത്തില്ല. പോ, എനിക്ക് വെറുതെ മെറ്റീരിയൽ കളയുമോ ഞാൻ എൻ്റെ വെറുതെ. ആ പിന്നെ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല, നിന്റെ അല്ലാതെ എന്തോ ഉണ്ട്. പോ പോ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക ഞാൻ നിന്നെ കൊന്നിട്ട്. അപ്പം നമ്മളങ്ങനെ അവിടെ നിന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലെവൽ 1 അവൻ്റെ റേജ് ബൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ള ലെവൽ 2 ആണ്. എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പം കാണുന്നുണ്ടല്ലോ ഈ വില്ലേജ് നമ്മുടെ ഹാമിയുടെ വില്ലേജാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇരിക്കുക കാരണം അല്ലെങ്കിൽ ഞാൻ ചിലപ്പം കാണും. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഹാമിയുടെ വില്ലേജാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇനിയും ഈ വീട് കണ്ടോ, ഈ വീട് നമ്മൾ വില്ലേജറിൻ്റെ വീടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നമ്മളൊരു ബേസ് പണിയാൻ പോകും. അപ്പോൾ അവനത് ഇഷ്ടപ്പെടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതവനൊരു ദേഷ്യം വരുമായിരിക്കുമല്ലോ. സോ നമുക്ക് വീട് പണിയാം. വീട് എന്തെങ്കിലും പുതുക്കി പണിയാൽ മതി. ഓക്കെ, നമ്മളിപ്പം ഇവിടെ ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പൊക്കെ വെച്ചു. അതൊക്കെ ഉണ്ട് സൈഡിലായിട്ട്. ഇവിടെയൊക്കെ ഈ വീടുണ്ട് പ്രത്യേകതരം വീട്. ഇതൊരു ഏറി നിൽക്കുന്ന വീട്, എന്താ എനിക്കറിയത്തില്ല. നമുക്ക് സൈഡിലോട്ട് വെള്ളത്തെ വീടായിരിക്കും. ബാക്കിലോട്ട് വെക്കണം. യോ 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 നീ എന്തോ ചെയ്യൂടാ? നീ എന്തോ ചെയ്യൂടാ?
ഇത് എന്റെ വില്ലേജാ മാറിയിരുന്നേ. ഇവിടെ എന്തിനാ ബേസ് പണിയുന്നത്? പറ്റത്തില്ല പോന്നു. എന്താ പറ്റാത്ത ഞാൻ നീ ഇവിടെ എന്ത് തന്നെ നീ വന്നു, ഇല്ല- നീ നീ ഇന്നലെ ഇവിടെ വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി ചുമ്മാ എന്നെ അടിച്ച്. അതെന്തിനായിരുന്നു? എടാ ചുമ്മാ എടാ ഞാൻ ചുമ്മാ ഇവിടെ ഒന്ന് വന്നൊരു ചുമ്മാ നീ ഈ ഇടയ്ക്കായിട്ട് നീ ഈ ഇടയ്ക്കായിട്ട് ഇവിടെ ഫുൾ ടൈം എന്തോ നിനക്ക് ഇവിടെ പണി എന്തോ? എന്തോ പണിയാത് ഇങ്ങനെ മണ്ടത്തിലൊക്കെ എവിടത്തെ ആണോ എന്ത് എന്തോ കാണിക്കും? നീ ഇവിടെ എന്തിനാ വന്നേക്കുന്നു? പോ നിന്റെ ഫയർ റെസ്പെക്ട് ഇവിടെ ബേസ് പണിയാൻ പറ്റത്തില്ല. പോ 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 എന്താ പോ പോ. പറ്റാത്ത പിന്നെ ഇത് എന്റെ വില്ലേജ് അല്ലേ? ഞാനാ കണ്ടുപിടിച്ചത്. നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്റെ വില്ലേജാണ് പിന്നെ എന്റെ പേര് എഴുതി എന്റെ സൈൻ ഞാൻ സൈൻ ഞാൻ പണിയാ ഞാൻ ഇവിടെ സൈൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പോ ഞാൻ പണിയാ ആ ആ ആ നീ ചുമ്മാ ഫയർ റെസ്പെക്ട് ഇടുമല്ലോ. ശരി ഞാൻ പോ നിർത്ത് പോ 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 പോ. ഞാൻ പിന്നെ രണ്ടാമത്തെ തൊട്ടാ കൊല്ലാതിരിക്കുന്നത് കേട്ടോ. നീ പോ ഇടുന്നു. ഓ ഞാൻ എന്തോ വെച്ചാലും വേണ്ട ഞാൻ അങ്ങനെ ഞാൻ പോ അടക്കി ഞാൻ പോവാന്ന് പറഞ്ഞു ഞാൻ പോ നീ തന്നെ തുടങ്ങിയത്. ഞാൻ പോവാന്ന് പറഞ്ഞു മതി നിർത്ത് പോ പോ ഇവിടുന്ന്. അങ്ങനെ നമ്മളിപ്പം ആമയുടെ ശേഷം കുറേ ദൂരം എത്തിയിട്ടുണ്ട്. ഇതിപ്പം കുറേ ദൂരമല്ല ഇനിയിപ്പം ലെവൽ പോയില്ലേ? ഞാൻ പോവാന്ന് പറഞ്ഞു. നീ ഇന്ന് പോ അപ്പുറത്ത് പോ. അപ്പുറം പോ. അപ്പുറത്ത് അപ്പുറം നിനക്ക് കണ്ണ് കാണത്തില്ല. പന്ത് പോരാ പോ പോ പോ. ഇവിടെ വന്നേക്കല്ലേ ചുമ്മാ. എനിക്കപ്പോ ലാൻഡോട്ട് വരാൻ പറ്റത്തില്ല. ഇല്ല നീ ഇവിടെ വരരുത്. നീ ബാൻഡ് ഇവിടെ പോ. അങ്ങനെ ഇപ്പൊ നമ്മൾ ലെവൽ 3 എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചുകൂടെ കട്ടിയാക്കേണ്ടിയിരിക്കുന്ന അവൻ്റെ കൊടുക്കേണ്ട റേഞ്ച് വെയിറ്റ്. നമ്മളിപ്പം എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ അവിടെ കയറിയിട്ടില്ല. എന്തായാലും അവൻ്റെ അങ്ങനെ കണ്ടറിയാം എന്തെങ്കിലും നല്ല സാധനമൊക്കെ എൻ്റെ വീട്ടിൽ കാണാം. സോ നമുക്കതൊക്കെ അടിച്ച് മാറ്റാം. അപ്പം അങ്ങനെ അതൊരു റേഞ്ച് വെയിറ്റ് ആണ്. അത് ലെവൽ 3 ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ അവൻ എവിടെ ഉണ്ട് നോക്കട്ടെ. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. എനിക്ക് അവൻ്റെ നെയിം ടാഗ് അവിടെ കാണുന്നില്ല. സോ എനിക്ക് തോന്നുന്നു അവൻ പോയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കറിയത്തില്ല. നമുക്ക് പെരുക്ക് നോക്കാം. ഷിഫ്റ്റ് നമ്മളിവിടെ ഇരിക്കണം. നമ്മളിവിടെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കാണാം. ഓക്കെ ഹാമി ഞാൻ കണ്ടവനെ. അവൻ ആ മണ്ടക്കിരിപ്പുണ്ട് അവിടെ. എനിക്ക് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ അപ്പുറത്തുറപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ അവിടെ തന്നെ ഉണ്ട്. അവൻ ഇവിടെ നിന്ന് കാണാൻ. അപ്പം ഇവിടെ നിന്ന് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വീണ്ടും അകത്തുണ്ടെന്ന് അങ്ങനെ നോക്കാം. ഈ ഒരു ഏജ് പറ്റി അവനെന്നെ കൊല്ലുപോകുമെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് നമ്മൾ അത്രയ്ക്ക് വലിയ പണിയാണ് നോക്കാം. എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ചിലപ്പോൾ അതിൻ്റെ അകത്ത് വല്ല വീറ്റ് വല്ല ആയിരിക്കും കാണുന്നത്, പറയാൻ പറ്റത്തില്ല. നോക്കാം. നമ്മുടെ ഡയമണ്ട്സ് കൊടുത്ത് കൈ പിടിച്ചേക്കാം, കാരണം അത് ആവശ്യം വരും. ഇവൻ്റെ പട്ടി ഇരിപ്പുണ്ട്. പട്ടി ഇരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യില്ല. നമുക്ക് പെരുക്കെ തന്നെ പോയേ പറ്റുള്ളൂ. ഗൈസ് എന്ത് പലതരം ജസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? നമ്മൾ ഇരിക്കണം. സംഭവം നമുക്ക് ഇരുന്നോണ്ട് എന്തായാലും നമുക്ക് പറ്റത്തില്ല. നമുക്ക് വേണ്ടിയ എൻ്റെ ഒരു വെറൈറ്റി സാധനമുണ്ട്. നമ്മുടെ പംകിൻ ഉണ്ട് ഗൈസ്. പംകിൻ പെട്ടെന്ന് പംകിൻ ഇട്ടാൽ നമുക്ക് അതിനെ എല്ലി ചീറ്റാം. അവൻ കാണത്തില്ല. ഓക്കെ പിന്നെ നമുക്ക് കിട്ടും. സ്പ്ലാഷ് പോഷൻ ഫീലിംഗ് ഇൻസ്റ്റന്റ് എടുക്കും. സ്ട്രെങ്ത് എൻ്റെ മോനെ പറഞ്ഞു കൂട്ടുതന്നെ എല്ലാം അവൻ്റെ എൻ്റെ പോലെ വലിയ സാധനമില്ല. ഗോൾഡനാകും. ഓക്കെ എല്ലാം ഇരിക്കട്ടെ. ചീക്ക് ഇച്ചിരി കൂടെ വേണം. അതിരിക്കട്ടെ. ഇവര് ഇറച്ചിയാണല്ലോ. ഇറച്ചി
ആ വാട്ടർ ബക്കറ്റ് വേണമല്ലോ. പിന്നെ എന്തുവാ ചെസ്റ്റിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇച്ചി എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടിയില്ല. ഇവിടെ എന്തോ ചെയ്യുവാ എന്ത് ചെയ്യുവാ? ഇറങ്ങ നിക്ക് ഓടല് ഓടിയാൻ കൊല്ലു തിരിച്ചോ ഇവിടെ എവിടെ? അവിടെ നിൽക്കും. നീ ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നിക്ക്. ഓടല് ഇല്ല, ഓടത്തില്ല. നീ എടുത്ത് എനിക്ക് എന്ത് അറിയായിരുന്നു. എടുത്തില്ല? എനിക്കറിയായിരുന്നു. എന്ത്? ഓടാ. ഞാൻ ഒന്നും എടുത്തില്ല, പോയി ഇറങ്ങി. ഓ നിന്റെ ചുമ്മാ ഫയർ ആസ്പെക്ട്. ഞാൻ എന്താ ചെയ്ത്? എടാ എന്റെ സാമാനം പൊട്ടിപ്പോയി. എടാ ഓ എടാ എന്താടാ നിനക്ക് കുറെ നാളായില്ലോ. നീ ചുമ്മാ എന്തിനാ എന്റെ സാധനം മോഷ്ടിച്ചത്? എപ്പോ എടുക്കും? നീ കണ്ടെടുക്കുന്നു. ഞാൻ നിന്നെ 2 വട്ടം ക്ഷമിച്ചായിരുന്നു കേട്ടോ. നിനക്ക് എന്തുവാടാ? ഒന്നുമില്ല. നീ എന്ത് കൊല്ലാൻ പറ്റത്തില്ല. അതിന്റെ അടികൾ മുട്ട. ഇല്ല ഞാൻ ചാത്തില്ല. നീ ചാകും, അത് ഉറപ്പാ. എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ. ബ്രോ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിക്കണം അല്ലേ? നിന്റെ എത്ര ഹെൽത്ത് ഉണ്ട് ഇപ്പൊ? എന്റെ എത്ര ഉണ്ട് പറ. 2. നിന്നെ 2 വട്ടം ക്ഷമിച്ച. നിന്നെ 2 വട്ടം ഞാൻ ക്ഷമിച്ച. 2 വട്ടം ക്ഷമിച്ചത് ഞാൻ 2 വട്ടം നിന്നെ ക്ഷമിച്ച. കുഴപ്പമില്ല, നമുക്ക് ലെവൽ 4 തൊട്ട് ലെവൽ 10 വരെ കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ എപ്പം വേണേലും അവനെ കൊല്ലാം. സോ ഈ സമയത്ത് നമുക്ക് ഒന്നും പറയാനില്ല. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ലെവൽ 3 ഏകദേശം ഒരു പരാജയമായിരുന്നെങ്കിലും ഒരു വിജയമായിരുന്നു. അവൻ ഏകദേശം റേഞ്ച് ബൈറ്റൊക്കെ ആയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ലെവൽ 4 ആണ്. ലെവൽ 4ൽ ഇച്ചിരി കഠിനകരമായിട്ട് വരണ്ടേ? ഒരു സാധനമുണ്ട് എന്തെന്ന് കാണിച്ചില്ല. ഫിൻഡ് ആൻഡ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ ഇതും വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ കത്തിക്കാൻ പോകുന്നു. ഗൈസ് അവൻ്റെ കാട്ടു തീ വെച്ചാൽ നമ്മൾ അവൻ്റെ വീട് കത്തിക്കാൻ പോവാം. മൊത്തത്തിൽ ഒരു വൈൽഡ് ഫയർ ആക്കാൻ പോവാം. ഞാൻ ഈ കളി ഇട്ടുകൊണ്ട് ഞാൻ കാണത്തില്ല. അവനെന്നെ കൊല്ലും. അവൻ്റെ ഇന്ന് ലെവൽ 4. നമ്മൾ ലെവൽ 4 റേഞ്ച് വെയിറ്റ് കൊടുക്കാൻ പോകുന്നത്. അടുത്തൊക്കെ നമ്മൾ സെറ്റ് ആക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ കാണാൻ മറക്കില്ല. അവൻ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ആണ് എൻ്റെ ഈ സാമാനം ഇതുള്ളത് കാണത്തില്ല. അതിനകത്ത് ഇവിടുന്ന് ഇത് ഊരാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം. അത് ഊര് വയസ്സ് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഇത് ഇട്ട് വല്ലാത്ത. ഓക്കെ, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ വീട്ടിലില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി ഞാൻ വീട്ടിലുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. കാരണം നമ്മളിങ്ങനെ പെരുക്കെ പോകണം. ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി അവൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് ഇവിടം വരെയൊക്കെ പറഞ്ഞൊരു എടുത്തൊന്നും എനിക്ക് ഒരു അറിയത്തില്ല. ഓക്കെ, അവൻ്റെ അവനിവിടെ വീട്ടിലില്ല. കാരണം അവൻ്റെ നെയിം ടാഗ് എനിക്ക് കാണുന്നില്ല. സോ നമുക്ക് കത്തിക്കാം. ഇതൊക്കെ ഒരു വൈൽഡ് ഫയർ ഇല്ല വെച്ചാൽ എല്ലാം കത്തിക്കാം. അവന് റേഞ്ച് വെയിറ്റ് അവൻ അങ്ങ് അറ്റാവണം. അവൻ്റെ മൊബൈൽ എല്ലാം കാണാൻ കൊടുക്കും. ഡോറ് കത്തിക്കാൻ പറ്റുമോ? അയ്യോ, ഓരോ വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ നമുക്കൊരു
ഗോൾഡൻ ആപ്പിൾ ചാടി പോവാൻ്റെ വീട് മൊത്തം കത്തുന്നു. കുറച്ചുകൂടെ വില്ലേജറും കത്തും. അവൻ്റെ വീട് അവൻ്റെ അപ്പുറത്തെ ഇത് എല്ലാം കത്തും. എനിക്ക് അപ്പുറത്തെ സൈഡിലൂടെ കത്തുന്നു. പട്ടി വേണമെങ്കിൽ ഇറങ്ങി ഓടിച്ചു കേട്ടോ, എനിക്ക് അത്ര പറയാനുള്ളൂ. പട്ടി നമ്മളും ചെയ്തു കാരണം അവൻ്റെ പട്ടി എന്ന് കണ്ട് ബ്രോ എന്തേലും വേണേ വീട്ടിൽ പോയിടാ പോടാ. എന്താ കാണിക്കുന്നു നിന്റെ പറഞ്ഞ അയ്യേ വരുന്നു. നിന്റെ വീട് കേട്ടോ നിന്ന് വൈൽഡ് ഫയർ കത്ത് കത്ത് പോടാ. നിനക്ക് എന്താ കുഴപ്പം? ഇതെല്ലാം കാണാല്ലേ. എടാ ഇനിയിപ്പോ നിനക്ക് ഡോറ് വെക്കേണ്ട ആവശ്യമില്ല കണ്ടോ. എന്റെ ഡോറ് ഞാൻ കാണിച്ചു. നീ ചുമ്മാ വീട് എന്തിനാ കത്തിച്ചു? അത് പറ. പോന്ന അതിന്റെ അത് ഞാൻ കൊറേ നാളായതാ. കൂടോ നീ തീർന്നു. എനിക്കിന്നെ കൊന്നേ പറ്റത്തുള്ളൂ. എനിക്കിന്നെ കൊന്നേ പറ്റുള്ളൂ. ചാവ് ചാവ് ചാവ്. ഓക്കെ ഞാൻ ഫുഡ് അടിച്ചു. സിമ്പിൾ സാധനം. നാശം പോട്ടെ പോട്ടെ. ഓടോ തോട്ടം. നീ ചത്തോ? ഇല്ല. പോ. നിനക്ക് എന്താ കുഴപ്പം? നമ്മുടെ ഫയർ റെസ്പെക്റ്റ് ആണ്ട് പിന്നെ കുറച്ച് ഓടാ ഇൻസ്റ്റന്റ് പോർഷൻ അടിക്കുക. കൊന്നിട്ടേ ഉള്ളടാ. നമുക്ക് ഇവിടെ ഇടയ്ക്ക് ജസ്റ്റ് ചെയ്യിച്ചു. എന്താ വണ്ടത്തിനൊക്കെയാണോ കാണിക്കുന്നത്? വണ്ട എനിക്ക് അവനെ കൊന്നേ പറ്റത്തുള്ളൂ. എങ്ങനെ എനിക്കവനെ കൊല്ലണം? ഓക്കെ, അങ്ങനെ നമ്മൾ വിജയപൂർവ്വമായി ലെവൽ ഇപ്പം എത്ര ലെവൽ 4 5 കാരണം നമ്മൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒറ്റ ലെവലിൽ തന്നെ നമ്മൾ 2 ലെവൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒന്നാം എൻ്റെ പ്രിയപ്പെട്ട പട്ടിയെ നമ്മൾ കൊന്നു. സോ നമുക്കത് 2 ലെവലായിട്ട് എടുക്കാം. സോ ഇപ്പോൾ നമ്മൾ ലെവൽ 3 കളിച്ചോണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ലെവൽ 4 കംപ്ലീറ്റ് ആക്കി എന്ന് തോന്നുന്നു. ഓക്കെ, 4 ആണോ 5 ആണോ കേസ്? അങ്ങനെ നമ്മളിപ്പം 4ഉം 5ഉം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾക്കിനി ഉള്ളത് 6 ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 6-ലോട്ട് നമ്മളിപ്പോൾ എന്തായാലും പോയി സ്പോണാവുന്ന ഞാൻ പോയി എൻ്റെ ലൂട്ടൊക്കെ അവനെ കൊണ്ട് മാറുന്ന സമയത്ത് ഞാൻ പോയി എടുത്തോണ്ട് വരും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ 5ാമത്തെ റേജ് ബൈറ്റ് വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ഇപ്പം ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ ലെവൽ 6 തൊട്ട് ലെവൽ 10 വരെയാണ്. അപ്പം നമ്മൾ ചെയ്തത് ഇച്ചിരി കൂടെ ഒടുക്കത്തെ വെച്ചാൽ നമ്മൾ ലെവൽ 10 ഒക്കെ പറയുമ്പോൾ OP ലെവലായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ലെവൽ 6 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഇപ്പം നിങ്ങളിപ്പം മുമ്പത്തെ ലെവൽ 5ൻ്റെ അത് കണ്ടപോലെ നമ്മൾ ലെവൽ 5 എന്ന് വെച്ചാൽ എടുത്തത് 2 ആഴ്ച മുമ്പാണ്. കാരണം നമ്മൾ 2 ആഴ്ച ബ്രേക്കായി നമ്മൾ നെതറേറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ മൊത്തം ഫുൾ നെതറേറ്റ് ആർമറായി. ഓക്കെ, ഇപ്പം നമ്മളിവിടെ വന്നേക്കെന്ന് വെച്ചാൽ അവൻ്റെ ഒന്നാമത്തെ നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് അവന് റേഞ്ച് പോയിട്ട് ലെവൽ 6 തൊട്ട് 10 വരെച്ചാണ്. പിന്നെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ അവന് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്ന കാര്യം എന്ന് വെച്ചാൽ അവന് ഞാൻ തമ്മിൽ ഒരു എക്സ്ചേഞ്ച് ഓഫർ നമ്മൾ സെറ്റാക്കി എന്ന് വെച്ചാൽ 3 ടോട്ടം എന്ന് വെച്ചാൽ എൻ്റെ 3 ടോട്ടം അവന് കൊടുക്കണം. എന്നിട്ട് അവൻ എത്ര 22 25 എത്ര എനിക്ക് ഇത് നെതറേറ്റ് തരാമെന്ന് പറഞ്ഞൊക്കെ. അപ്പോൾ അതൊക്കെയാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവനെ ആദ്യം നമുക്ക് സാധനം കൊടുക്കാം. എന്നിട്ട് അവൻ്റെ ലെവൽ 6ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് ഉറപ്പില്ല അവൻ്റെ, കാരണം അവനിപ്പം ഞാൻ വരുമെന്ന് അറിഞ്ഞപ്പം തന്നെ അവൻ എന്തെങ്കിലും ചെയ്തു കാണും. കാരണം ഉറപ്പാണ്. കാരണം എനിക്ക് തോന്നുന്നു അവന് അങ്ങനെ ഞാൻ ഇപ്പോൾ ലെവൽ 5 വരെ ചെയ്തു. സോ ഞാൻ അവനിപ്പോൾ 5 കാര്യങ്ങൾ ചെയ്തു. സോ നമ്മളിപ്പോൾ അവൻ്റെ വീടിൻ്റെ അടുത്ത അതാണ്. ഹലോ കേൾക്കാം?
യോ ഓ, ബാ നീ എന്താ ബാ. മറ്റേ ഈ മാസ്ക് ഇട്ടേക്കുന്ന? ഞാൻ നിന്റെ ലൊക്കേഷൻ എനിക്ക് അറിയാതിരിക്കാനാ. അറിയാതിരിക്കാനാ. വാ വാ. നമുക്ക് ചെറുതായിട്ട് നടിക്കാം ഗൈസ്, ചെറുതായിട്ട് നടിക്കാം. സുഖല്ലേ? സുഖാടാ. എന്താണ് ഇങ്ങനെ പോണെ? ഓക്കെ നീ അടിക്കാനിട്ട് നീ എവിടെ ഓടിക്കാൻ അടിക്കും? കാണുമ്പോ നീ ആ സോഡ് മാറ്റി വെച്ച സോഡ് എന്താ കാണിക്കുന്ന? ഓക്കെ നിർത്ത് ട്രേഡിങ് വന്നോണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതാ വേണ്ട വേണ്ട നീ വേണ്ട. ട്രേഡ് ചെയ്യാതെ പറഞ്ഞോണ്ട് ഞാൻ ഒന്നും ആ ചെയ്യുന്നില്ല. എനിക്ക് 3 തോട്ടാ. വീടെങ്ങനുണ്ട് കാണാൻ? എവിടാ കണ്ട് പരിചയമുള്ളൊരു നല്ല പരിചയം ഉണ്ടായിരിക്കണം. ഇവിടെ ഞാൻ അങ്ങ് തന്നിട്ട് നിന്നെ അങ്ങ് പെട്ടെന്ന് പറഞ്ഞു വിടാന്നുള്ളത്. ഞാൻ അകത്തോട്ട് കയറട്ടെ? അങ്ങനെ പറയില്ല, അകത്തോട്ട് കയറട്ടെ. അതൊന്നും കയറാൻ പറ്റില്ല. പോകുന്നു. നിനക്ക് എത്ര? 3 ഇല്ലേ? 3 കറക്റ്റ് 3. 20 റേറ്റ് അല്ലേ? 20 മതിയില്ലേ? അതൊന്നും എടുക്കാതെ ഇവിടെ ഞാനോട്ട് മുല്ലാന്വേഷണം പോയി. ആക്സലോട്ട് കഴിഞ്ഞ ദിവസം കിട്ടിയ എനിക്ക്. കൈൻഡ് ഓഫ് റയർ ആണ്. എനിക്ക് എത്ര വേണ്ട പറഞ്ഞ റേറ്റ്? 20 ഇതോ? നീ ഇച്ചിരി മാറി. 20 റേറ്റ് ഞാൻ തരാം നിനക്ക്. എന്തോ എവിടെ പോവാ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിൽ ആ സാധനത്തെ കഴിഞ്ഞ് എൻ്റെ പേര് മാറ്റിക്ക് ഓർമ്മ. ഓക്കെ, നമ്മളിപ്പോൾ അവൻ്റെ വീട്ടിൽ ആ സാധനം കണ്ടുകൊണ്ട് ഇപ്പോൾ അത് റയറാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ലെവൽ 6 ആയിട്ട് ലെവൽ 6 റേഞ്ച് വെയിറ്റ് ആയിട്ട് നമുക്ക് അവൻ്റെ ഇതിനെ പറ്റാം. എനിക്ക് തോന്നുന്നു അവനത് വീട്ടിൽ വെക്കണമെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം വീട്ടിൽ വെച്ചത്. സോ നമുക്ക് അതിനെ കൊടുത്താക്കാൻ ലെവൽ 6. അവനത് ദേഷ്യം വരുന്നത് എനിക്കറിയത്തില്ല. നോക്കാം. മ്യൂട്ട് ചെയ്തിട്ട് ഓടിപ്പോയി. നിന്റെ ടോട്ടം ഉണ്ടോ? നിന്റെ ടോട്ടം ഇല്ല. അപ്പൊ നീ ചുമ്മാ കളിപ്പിക്കും. നിക്ക്. നിന്റെ 2 കയ്യിലും ടോട്ടം പിടിച്ച. 2 കയ്യിലും ടോട്ടം ഉണ്ട്. 3 വേണ്ടത് എനിക്ക്. ഒന്നുമില്ല ഇതായിട്ട്. 22 അല്ലേ? No, bro. എന്താടാ? എന്താണ് നീ ഓടിപ്പോവതേ? തിന്നാൻ പോവാ? ഓടാ ചുമ്മാ എന്തിനാ കയറ്റി വെറുതെ? നീ 2 ആഴ്ച മുമ്പ് ചെയ്തു, അത് ഞാൻ ക്ഷമിച്ചു, കുഴപ്പമില്ല. നീ എന്തോ ഇതിനു വേണ്ടിയാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇത് ചുമ്മാ ആക്സലോട്ടലിനെ കൊന്നു. ഇത് ഞാൻ എന്തോ ചെയ്തിട്ട് കാണുന്നില്ല. ഞാൻ പറയാൻ മറന്നുപോയി. ഈ ടെൻഷൻ അടിപ്പിക്കുന്ന മൊമെന്റിന്റെ ഇടയ്ക്കും പറയുവാണ്, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇതാണ് എൻ്റെ ഒരു സീക്രട്ട് ഒളിക്കുന്നൊക്കെ സ്ഥലം ഗീസ്. എന്ന് വെച്ചാൽ അതിലിപ്പോൾ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നു. ഇപ്പം കണ്ടുപിടിക്കുന്ന അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അവിടെ തന്നെ കുറേ നേരം ഇരിക്കാന്ന് വെച്ചു. ഗൈസ് അവൻ വരുന്നുണ്ട്. അവൻ അടുത്തുണ്ട്. എനിക്കറിയത്തില്ല. ഗൈസ് അവന് ഇവിടെ തന്നെ എനിക്കൊന്നും അവൻ്റെ മനസ്സിലായി. ഞാൻ ഇവിടെ ഉള്ള കാര്യം അവന് മനസ്സിലായിരുന്നു.
അതിനോട് തന്നെ ഇപ്പോൾ ഇവിടെ ഗൈസ് അവൻ കണ്ടെന്ന് തോന്നുന്നു. അത് അവൻ ഇങ്ങനെ നിൽക്കുന്നത്. അവൻ കണ്ടു. ഓക്കെ എനിക്കിപ്പോൾ ഉറപ്പ്. അവൻ കണ്ടോ നോക്കുന്നുണ്ടോ. ബ്രോ അൺലിമിറ്റഡ് ഫാം ബ്രോ അൺലിമിറ്റഡ് ഫാം മരത്തിൽ തലയിടിച്ച് ചെയ്തില്ലേ എന്നെ വെറുതെ വിടണ്ടേ നീ വെറുതെ വിടും. നിനക്ക് വേറെ വേണമെങ്കിൽ ഉണ്ടാക്കാലോ. ഉണ്ടാക്കാനോ? നിനക്ക് എന്താണ് കുഴപ്പം? എനിക്കറിയത്തില്ല, ഞാനൊരു രൂപമാണ്. ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് ഡീപ് ഫ്രൈഡ് ഹാമി ഫ്രൈ കഴിക്കാം. ഇതൊരു വേൾഡ് വാർ 2, 3, 4 എന്തെങ്കിലും ആവും. എന്റെ വിൻഡ് ചാർജ് തീർന്നു. മറന്നു നടക്കുന്നില്ല. എത്ര ആട്ടുണ്ട്? ആണ്ടടി ഓടിപ്പോയതല്ലേ. എന്റെ വിൻഡ് ചാർജ് ഇല്ലെങ്കിൽ നീ തീർന്നേനെ. നീ ഇതിന്റെ മണ്ടയ്ക്ക് കയറി നിന്ന് ചുമ്മാ എന്നെ താരോട്ട് അടിച്ചിട്ട് കറങ്ങി വരാടാ. നീ ആക്സിലോട്ടല്ലേ കൊന്നില്ല? മനുഷ്യൻ ഇത്ര അടി കിട്ടി. അയ്യേ വെള്ളം ഒഴിച്ച് എനിക്കൊന്നും പറ്റില്ല. എടാ വെറുതെ വിട്. എന്താ നമ്മൾ അടിയോടെ ഫൈറ്റ് ചെയ്യുന്ന ഒന്നും നടക്കത്തില്ല. നീ എന്റെ ആക്സിലോട്ടർ എന്തിനാണ് കൊന്നത്? നിന്നെ കൊണ്ട് തീർക്കാൻ പറ്റും. നീ കഴിഞ്ഞ ആഴ്ച എന്നെ ഇത് ചുമ്മാ എന്റെ വീട് കത്തിച്ച് അത് ഞാൻ ക്ഷമിച്ച് എന്തെങ്കിലും ആവട്ടെ. നീ എന്തിനാ അതെല്ലാം ചെയ്യുന്നു? ഫണ്ണിന് എടുക്കാം. നിന്റെ ബേസ് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ വരുന്നു കേട്ടോ. അത് കഴിഞ്ഞെങ്കിൽ ആ ബേസ് ഞാൻ കത്തിച്ചോ. നിന്നെ കൊന്നിട്ടാണോ? കൊറേ നേരമായില്ല, 2-3 ദിവസം ഇങ്ങനെ ഇറങ്ങിയിട്ട് വീട്ടിൽ ചെന്ന് കയറണേ. എന്നിട്ട് വീട്ടിലൊന്നും പോലെ എന്നെ അടിക്കുവോ ഇല്ലെന്ന് എനിക്ക് ഇത് അറിയാൻ പറ്റും. മറ്റേ അമ്പ് വിടുന്ന അമ്പ് വരും. നാശവേ ഇവിടെ അതിനെക്കാട്ടി വലിയ കാട്ടുതീയാണ്. ചാവ് എന്താ ചാവത്തെ കൂടെ നേരെ വരും. ഓടി ഇത്ര ഉള്ളു ഇവന്റെ കാര്യം. ഇവൻ ഓടും. ഇവന് അത്ര ഇത് ബുദ്ധിയുള്ളൂ.
ഫൈനലി ഓക്കെ ഗൈസ് ഞാൻ ഡിസ്കോഡ് പെട്ടെന്ന് മ്യൂട്ട് ആക്കണം ഓക്കെ ഗൈസ് നമ്മളിപ്പം ഡിസ്കോഡ് മ്യൂട്ട് ആക്കുന്നുണ്ട്. എന്തുവെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ആറാമത്തെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. അവനിപ്പം നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ഇതെന്തോ പാടായിരുന്നു. സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആക്കി. അയ്യോ ഇനിയിപ്പം നമ്മൾ ലെവൽ 7 ആണ്. ഇനിയിപ്പോൾ അതെന്ത് നടക്കില്ല. ഈ അടുത്തൊന്നും എന്തായാലും നടക്കത്തില്ല. ബിക്കോസ് അവനിനി എന്നെ ഒന്നിനും വിളിക്കത്തില്ല. നോക്കാം, എനിക്ക് ഉറപ്പില്ല ലെവൽ 7 പറ്റുമോ ഒന്ന്. പക്ഷെ ഓക്കെ എന്തായാലും ലെവൽ 7 ഇവിടെ വെച്ചാൽ അവൻ്റെ ഇപ്പൊന്നുമില്ല. ലെവൽ 7 നമ്മൾ ലെവൽ 6 ഇപ്പം കഴിഞ്ഞ് ഇപ്പം ലെവൽ 7 കാണാം. സോ ഗൈസ് അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് ഈ വീഡിയോ എടുക്കത്തിൽ എന്തായിട്ടുണ്ട്. പിന്നെ അതും അല്ലാതെ എനിക്ക് 7, 8, 9, 10 ചെയ്യാണ്ട് എന്തോ റേഞ്ച് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുറേ ആഴ്ചയിൽ ഒന്നും കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഉണ്ടപ്പോൾ എന്തെങ്കിലും ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യും. അങ്ങനെ നമുക്കത് പാർട്ട് 2 ആയിട്ട് എടുക്കാം. ഓക്കെ അപ്പം എല്ലാവരും കണ്ടതിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ നൈസ്.